മുസിരിസ് ബോട്ട് യാത്ര. ദക്ഷിണ ഇന്ത്യയിൽ കപ്പൽ അടുപ്പിക്കാൻ സൗകര്യമുള്ള ഒരേ ഒരു തുറമുഖമായിരുന്നു മുസിരിസ്. പിൽക്കാലത്ത് കൊടുങ്ങല്ലൂരായി മാറിയ മുച്ചിരി പട്ടണത്തിലെ പൈതൃകങ്ങൾ ഇന്ന് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച. മലയാള നാടിന്റെ ചരിത്രത്തിലേക്കുള്ള റിവൈൻഡിംഗ് ബട്ടണാണ് മുസിരിസ് പൈതൃക ബോട്ട് യാത്ര. വടക്കൻ പറവൂരിലെ കായലിലൂടെ ബോട്ടിൽ പോകുന്ന ഓരോരുത്തരുടെയും കൺമുന്നിൽ പഴയ കാലം തിരിച്ചെത്തുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മുസിരിസിനെ ഇന്നലെ എന്ന പോലെ കാണണം. അല്പനേരം കണ്ണടച്ചിരിക്കുക. വലിയൊരു ചന്ത, കച്ചവടക്കാർ, രാജാവ്, പോർച്ചുഗീസ് സൈന്യം. ഇതാണ് സീൻ. ഇനി കണ്ണു തുറന്ന് കായൽ തീരത്തേക്ക് നോക്കുക. കുരുമുളക് വാങ്ങാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നെത്തിയ ജൂത വ്യാപാരികളുടെ പായ്ക്കപ്പലുകൾ, ചാക്കുകളിൽ നിറച്ച സുഗന്ധവ്യഞ്ജനങ്ങളുമായി ഒഴുകി നീങ്ങുന്ന കെട്ടുവള്ളങ്ങൾ, വിലപേശിയും വലവീശിയും ഉറക്കെ വർത്തമാനം പറയുന്ന കച്ചവടക്കാർ, കുട്ടയും വട്ടിയും ചുമന്ന് കായൽക്കരയിലൂടെ നടക്കുന്ന നാട്ടുകാരുടെ തിക്കും തിരക്കും. അതിനിടയിലൂടെ തൂക്കും ലാത്തിയുമായി പോർച്ചുഗീസ് പട്ടാളം. മുസിരിസ് എന്ന് അറിയപ്പെട്ടിരുന്ന കാലത്ത് കൊടുങ്ങല്ലൂരിന്റെ കടൽ തീരം ഇങ്ങനെയൊക്കെയായിരുന്നു. അക്കാലത്ത് പള്ളിപ്പുറത്തും കോട്ടപ്പുറത്തും ഓരോ കോട്ടകളുണ്ടായിരുന്നു. ജൂതന്മാരുടെ പള്ളിയുണ്ടായിരുന്നു. അതിവിശാലമായൊരു ചന്തയുണ്ടായിരുന്നു. അതിനടുത്ത് സഹോദരൻ അയ്യപ്പൻ എന്ന സാമൂഹിക വിപ്ലവകാരി ജീവിച്ചിരുന്നു. ഇവിടെ ജനപ്രിയനായ ചേരമാൻ പെരുമാൾ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിന്റെ ഉടയവരായിരുന്ന പാല്യത്തച്ഛനുണ്ടായിരുന്നു. ബിനാലയുടെ പ്രശസ്തിക്കൊപ്പമാണ് മുസിരിസ് എന്ന സ്ഥലപ്പേര് പുനർജന്മം ഉണ്ടായത്. സംസ്ഥാന സർക്കാർ പഴയ മുസിരിസിനെ മോടി പിടിപ്പിച്ചതോടെ കൊടുങ്ങല്ലൂരിന്റെ തീരത്ത് വീണ്ടും സന്ദർശകർ നിറഞ്ഞു. പറവൂർ, പള്ളിപ്പുറം, കോട്ടപ്പുറം, ഗോതുരുത്ത് കായലിലൂടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടുകൾ സർവീസ് ആരംഭിച്ചു. എ ക്രൂയിസ് ത്രൂ എ ഗോൾഡൻ ഏജ് ഓഫ് സ്പൈസ് ട്രേഡ്. മുസിരിസ് പൈതൃകങ്ങളിലൂടെയുള്ള ബോട്ട് സവാരിയുടെ പേര് ഇതാണ്. വടക്കൻ പറവൂരിലെ പച്ചക്കറി മാർക്കറ്റിനടുത്തുള്ള ബോട്ട് ചട്ടിയിൽ നിന്നാണ് സവാരി ആരംഭിക്കുന്നത്. അതിനു മുമ്പ് പറവൂരിലെ ജൂതപ്പള്ളി സന്ദർശിക്കാം. മുസിരിസ് പ്രൊജക്ട് മാനേജർ മിഥുൻ പഴയ കാലത്തിന്റെ വാതിലുകൾ തുറക്കാനായി 3 പേരെ വിട്ടുതന്നു. ചാൾസ് അഭിജിത്ത്, വൈശാഖ്. മുസിരിസ് ടൂറിനെത്തുന്നവർക്കുള്ള വഴികാട്ടികളാണ് ഇവർ. 1000 വർഷങ്ങൾക്ക് മുൻപ് ജൂത വ്യാപാരികൾ കൊടുങ്ങല്ലൂരിൽ എത്തിയിരുന്നു. അവരിൽ വെളുത്ത ജൂതന്മാരുടെ ആരാധനാലയമാണ് ഫോർട്ട് കൊച്ചിയിലേത്. വടക്കൻ പറവൂരിൽ തമ്പടിച്ചവരിലേറെയും കറുത്ത ജൂതരാണ്. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഒരേയൊരു ജൂത കുടുംബം മാത്രം. അവർ ഇസ്രായേലിൽ നിന്ന് വല്ലപ്പോഴുമേ വരാറുള്ളൂ. ബെറ്റ് നെസറ്റ് എന്നെഴുതിയ സിനഗോഗിന്റെ കവാടം ചൂണ്ടിക്കാണിച്ച് ചാൾസ് പറഞ്ഞു. ഒത്തുകൂടാനുള്ള സ്ഥലം എന്നാണ് ആ വാക്കിനർത്ഥം. ജൂതന്മാരുടെ വീടിന്റെ പ്രധാന വാതിലിനരികിൽ മെസൂസ സ്ഥാപിച്ചിട്ടുണ്ടാകും. ജൂത ബൈബിളായ തോറയിലെ 2 വാചകങ്ങൾ കുറിച്ച വിശ്വാസ ചിഹ്നമാണ് മെസൂസ. സിനഗോഗിലേക്ക് കയറുന്നതിനിടെ വൈശാഖ് പറഞ്ഞു. മരപ്പലകയിൽ പൂക്കൾ കൊത്തിയ മേൽക്കൂര, തൂക്കുവിളക്കുകൾ സ്ഥാപിച്ചിരുന്ന കൊളുത്തുകൾ, പ്രതാപത്തിന്റെ തെളിവായി നിലനിൽക്കുന്ന ആർക്ക്, ബേമ എന്നിവയാണ് പള്ളിയുടെ ഉള്ളിലുള്ളത്. ജെറുസലേമിന്റെ മാതൃകയിൽ നിർമ്മിച്ച ചുമരലമാരയാണ് ആർക്ക്. ഇതിനുള്ളിലാണ് തോറ സൂക്ഷിക്കുക. തോറ വായിക്കാനായി പുരോഹിതൻ നിൽക്കുന്ന പീഠത്തിന്റെ പേരാണ് ബേമ. 10
പുരുഷന്മാരെങ്കിലും ഉണ്ടെങ്കിലേ ജൂതപ്പള്ളികളിൽ ആരാധന നടത്താറുള്ളൂ. സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം അൾത്താരയിൽ പ്രവേശനം ഇല്ല. പറവൂർ സിനഗോഗിൽ സ്ത്രീകൾക്ക് ആരാധനയിൽ പങ്കെടുക്കാനുള്ള ബാൽക്കണിയും ഉണ്ട്. സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള പ്രത്യേക ഗോവണിയും മേൽപ്പാലവും പറവൂർ ജൂതപ്പള്ളിയുടെ സവിശേഷതകളാണ്. കേരളത്തിൽ ജൂത സാന്നിധ്യം വ്യക്തമാക്കുന്ന തരിസാപ്പള്ളി, ചെപ്പേട്, ജൂതച്ചെപ്പേട് എന്നിവയുടെ പകർപ്പുകൾ പറവൂർ സിനഗോഗിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പന്റെ വീട്. സൂര്യൻ കത്തി തെളിയുന്നതിനു മുമ്പ് ബോട്ട് പുറപ്പെട്ടു. ചീനവലകൾ നിറഞ്ഞ കായലിന്റെ നടുപ്പരപ്പിലൂടെയാണ് യാത്ര. കോട്ടപ്പുറം കൊല്ലം ദേശീയപാതയിലേക്ക് ബോട്ട് പ്രവേശിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊല്ലം വരെ ബോട്ട് സവാരിക്ക് ദേശീയപാതയുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവുമില്ലെങ്കിലും പറവൂരിൽ ഇതിനൊരു ഓഫീസും ജോലിക്കാരും പ്രവർത്തിക്കുന്നു. ദേശീയ ജലപാതയുടെ കാര്യം കോട്ടയം ചേർത്തല റോഡിനേക്കാൾ കഷ്ടമാണ്. കായലിന് നടുവിൽ അനധികൃത മീൻപിടുത്തക്കാർ കുത്തി നിർത്തിയ മുളങ്കുറ്റികളിൽ ഇടിക്കാതെ ബോട്ട് ഓടിക്കണമെങ്കിൽ ചെറിയ കഴിവ് പോരാ. കായലിന് നടുവിൽ കുത്തിയ നാട്ടിയ ചീനവലകളാണ് അതിരുകടന്ന മറ്റൊരു കാഴ്ച. എല്ലാ വർഷവും സർക്കാർ ചെലവിൽ ഇതെല്ലാം ഇളക്കി മാറ്റും. ഒരു മാസം കഴിയുമ്പോഴേക്കും വീണ്ടും പഴയതുപോലെയാകും. പണ്ടെന്നോ അടയാളം വെച്ച ജലപാതയിലൂടെ സഞ്ചരിച്ച് സഹോദരൻ അയ്യപ്പന്റെ ജന്മഗൃഹത്തിനരികെ ബോട്ടുജെട്ടിയിൽ ഇറങ്ങി മുസിരിസ് പദ്ധതികളും കേരള സാംസ്കാരിക വകുപ്പും ചേർന്ന് ആ വീടിനെ സന്ദർശക കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. മൺചുമരും ഓലമേഞ്ഞ മേൽക്കൂരയും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് വീട് പരിപാലിച്ചിട്ടുള്ളത്. ഊർവിലക്ക് കൽപ്പിച്ചതിനെ തുടർന്ന് സ്വന്തമായി കിണർ കുഴിച്ച് വെള്ളം കുടിച്ചതും താഴേക്കിടയിലുള്ളവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം വിളമ്പി പന്തിഭോജനം നടത്തിയതുമായ സംഭവങ്ങൾ മുറികളിൽ എഴുതി വച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യരുടെ വീട്, ലൈബ്രറി, ഓഡിറ്റോറിയം എന്നിവയാണ് ഇവിടുത്തെ മറ്റ് കാഴ്ചകൾ. സഹോദരൻ അയ്യപ്പന്റെ വീട് സ്ഥിതി ചെയ്യുന്നതിന്റെ എതിർവശത്തുള്ള തുരുത്താണ് പട്ടണം. ഇതാണ് മുച്ചിരി പട്ടണം എന്ന പഴയ മുസിരിസ്. തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ ഒരു കരകളെ ചുറ്റി ബോട്ട് ചെന്നടക്കുന്നത് മഞ്ഞു മാതാ പള്ളിയിലാണ്. പോർച്ചുഗീസ്, ഡച്ച് ഭരണാധികാരികൾ സ്ഥാപിച്ച 2 പള്ളികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ആരാധന നടത്തുന്ന പള്ളിയുടെ അൾത്താര പോർച്ചുഗീസ് നിർമ്മിതിയാണ്. സെമിത്തേരി അടക്കമുള്ള ചെറിയ പള്ളി നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ടിപ്പു സുൽത്താൻ ഈ പള്ളി ആക്രമിക്കാൻ ഒരുമ്പെട്ടെങ്കിലും മഞ്ഞ് മൂടിയ കാലാവസ്ഥയിൽ മൈസൂർ സൈന്യത്തിന് ഈ പ്രദേശത്തേക്ക് അടുക്കാനായില്ലെന്ന് സ്ഥലപുരാണം. മഞ്ഞിന്റെ കാരുണ്യത്തിൽ സംരക്ഷിതമായ പള്ളി മഞ്ഞുമാതാ പള്ളി എന്നാണ് ഐതിഹ്യം. മഞ്ഞുമാതാ പള്ളി മുസിരിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രമുഖം. പള്ളിപ്പുറം മാലിങ്കര പാലത്തിന് താഴെ കൂടി ബോട്ട് നീങ്ങി ചെല്ലുന്നത് മുനമ്പത്തേക്കാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ട് നിർമ്മാണശാലയാണ് ഇവിടം. കപ്പലിന്റെ പകുതി വലിപ്പമുള്ള മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. 20 ആളുകൾ ജോലി ചെയ്യുന്ന ബോട്ട് നിർമ്മിക്കാൻ 1.5 കോടിയോളം രൂപ ചെലവ് വരും. മീൻ പിടിക്കാൻ ഉൾക്കടലിൽ പോയാൽ 15 ദിവസം കഴിഞ്ഞ് ഈ ബോട്ടുകൾ മടങ്ങിയെത്തൂ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ സമയമായതിനാൽ ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ 1000-ഓളം ബോട്ടുകൾ ഇവിടെ നങ്കൂരമിട്ടിരുന്നു. മുസിരിസ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചരിത്ര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നവരാണ് ബോട്ടുമായി മുനമ്പം വരെ പോകും. വലിപ്പത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ മത്സ്യബന്ധന തുറമുഖമാണ് മുനമ്പം. ആഴക്കടൽ മത്സ്യങ്ങൾ ലേലം വിളിച്ചു വിൽക്കുന്ന തുറമുഖം അത്ഭുത കാഴ്ചയൊരുക്കുന്നു. മുനമ്പം ഹാർബർ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കായലിന്റെ മറുകര തൃശൂർ ജില്ലയാണ്. സീമൌത്ത് എന്നാണ് മുനമ്പം തുറമുഖം അറിയപ്പെടുന്നത്. പെരിയാർ നദി അറബിക്കടലിൽ ചേരുന്ന സ്ഥലമാണിത്. കടലിലൂടെ പടിഞ്ഞാറോട്ട് വച്ചുപിടിച്ചാൽ സൗദി അറേബ്യയിൽ എത്തുമെന്നാണ് ബോട്ട് ഡ്രൈവർമാർ പറയുന്നത്. അഗർ സീതാ ജായേഗാ തോ സൗദി അറേബ്യ ഹെ
മത്സ്യബന്ധന ബോട്ടിൽ ജോലി ചെയ്യുന്ന കൊൽക്കത്തക്കാരൻ അസ്ലം ഹമീദ് പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെയാണ് ഇത് പറഞ്ഞത്. മുനമ്പം ഹാർബറിനടുത്ത് കടലിലേക്ക് മത്സ്യബന്ധന ബോട്ടുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. തീരദേശത്തിന്റെ സുരക്ഷിതത്വം പാലിക്കാനായി ഇവിടെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനുണ്ട്. കായലിൽ നിന്നും പിടിച്ച മീനുമായി മുനമ്പം ഹാർബറിലേക്ക് വട്ടക്കുട്ട തുഴയുന്ന നാട്ടുകാരാണ് ഇവിടുത്തെ കൗതുക കാഴ്ച. ഡോൾഫിനുകൾ കയറി വരാറുള്ള ആഴക്കായലിൽ വട്ടക്കുട്ട തുഴയുന്ന ചെറിയ കുട്ടികളെ അവിടെ കണ്ടു. അമ്മയെയും അനുജനെയും കുട്ടയിലിരുത്തി പങ്കായമെറിഞ്ഞ പയ്യൻ ക്യാമറയെ നോക്കി യോയോ ആക്ഷൻ കാണിച്ചു. തീയിൽ കുറുത്തത് മാത്രമല്ല, വെള്ളക്കെട്ടിനടുത്ത് ജനിച്ചതും വെയിലത്ത് വാടില്ല. പള്ളിയും ചന്തയും AD 52 മാർത്തോമാ സ്ലീഹയുടെ നൗക മുസ്രിസിൽ എത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാർത്തോമാ സ്ലീഹയുടെ വരവിന്റെ സ്മൃതി നിലനിർത്തുന്ന ഒരു പള്ളി അഴീക്കോടുമുണ്ട്. വിശുദ്ധന്റേതെന്ന് പറയപ്പെടുന്ന അസ്ഥിയുടെ കഷ്ണം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.